US ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ പ്രത്യാക്രമണം നടത്തുക ഇസ്രായേലിലായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണോ മുൻകരുതലുകൾ എടുക്കുന്നത്? തീർച്ചയായിട്ടും തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇസ്രായേൽ ആയിരിക്കും. നേരത്തെ നടന്ന 12 ദിവസ യുദ്ധത്തിലൂടെ തങ്ങളുടെ ശക്തി എന്താണെന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെട്ടതാണ്. ഇനിയും അത്തരമൊരു അവസരം വരികയാണെങ്കിൽ കൂടുതൽ കടുത്ത മാരകമായിട്ടുള്ള ആക്രമണം തന്നെ ഇസ്രായേലിന് നേർക്കുണ്ടാവും. അതോടൊപ്പം തന്നെയാണ് മേഖലയിലെ എല്ലാ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ, താവളങ്ങൾ, കപ്പലുകൾ എന്നിവയും തങ്ങളുടെ നിയമാനുസൃത ലക്ഷ്യങ്ങളായിരിക്കുമെന്നാണ് ഇന്ന് സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുല്ല അലി ഖാംനെയും ഇന്നലെ നടത്തിയ പ്രഭാഷണത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഈ നടക്കുന്ന പ്രക്ഷോഭം വളരെ അക്രമാസക്തമാണ്. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് പോസിറ്റീവായി തന്നെ ഞങ്ങൾ കാണുകയും ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് ഈ ഭരണകൂടത്തെ അട്ടിമറിക്കുക മാത്രമല്ല, ഈ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ട് അമേരിക്കയും ഇസ്രായേലും ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് സൈനികമായി തന്നെ ഇതിനെ അമർച്ച ചെയ്യുമെന്ന മുന്നറിയിപ്പാണ് പരമോന്നത ആത്മീയ നേതാവ് ഉൾപ്പെടെയുള്ളവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈന്യം അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ തെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇനി അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്തു നിന്ന് പ്രത്യക്ഷമായിട്ടുള്ള ഒരു സൈനിക നീക്കമുണ്ടായാൽ അത് ശക്തമായി തന്നെ അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുമെന്നുകൂടി ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രതിഷേധക്കാർക്ക് കീഴടങ്ങില്ല എന്ന് പറയുന്നുണ്ട്. ഇവരെ എങ്ങനെയാണ് ഇവർക്ക്, അതായത് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രയാസം അതെങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു ചർച്ചയോ ഇല്ലെങ്കിൽ ഇവരുമായിട്ട് ഒരു അനുരഞ്ജന ചർച്ചയിലേക്ക് കിടക്കാനുള്ള സാധ്യത, മറ്റാരെങ്കിലും ഇതിൽ ഇടപെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് അത് ഇറാനെ സംബന്ധിച്ച് കൂടുതൽ നാശനഷ്ടങ്ങൾ, ആളുകൾ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കില്ലേ? തീർച്ചയായിട്ടും നേരത്തെ മുതൽ തന്നെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ആവശ്യപ്പെട്ടതും സൈന്യത്തിനും ഒക്കെ നിർദ്ദേശം നൽകിയതും കടുത്ത നടപടികളൊന്നും ഈ പ്രക്ഷോഭകർക്ക് നേരെ നടത്തരുത്, അവർ നമ്മുടെ തന്നെ സന്താനങ്ങളാണ്, അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണത്തെ ആ അർത്ഥത്തിൽ നമ്മൾ കാണണമെന്നായിരുന്നു. പക്ഷെ പിന്നിട്ട ഒരു 3-4 ദിവസങ്ങളായി നാം മനസ്സിലാക്കുന്നതും നമ്മൾ വീഡിയോ ചിത്രങ്ങളിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്നതും കുറെ കൂടി അക്രമാസക്തമായ രീതിയിലേക്ക് ഈ പ്രകടനങ്ങളും പ്രക്ഷോഭവും നീങ്ങുന്ന കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട്. അതോടൊപ്പം തന്നെ 2 ഇസ്രായേൽ ചാരന്മാരെ പിടികൂടുകയും അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തതോടുകൂടി തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ പ്രകാരം വളരെ കൃത്യമായിട്ടുള്ള ഇസ്രായേൽ അമേരിക്കൻ പദ്ധതിയാണ് ഈ പ്രക്ഷോഭകാരികളെ മുന്നോട്ട് നയിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻ പ്രസിഡന്റ് റിസാ ഷാ പഹ്ലവിയുടെ മകൻ അമേരിക്കയിൽ നിന്നുകൂടി ഇതിനെ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാരണം എല്ലാ നഗരങ്ങളും പിടിച്ചടക്കാൻ പ്രക്ഷോഭകാരികളോട് റിസാ പഹ്ലവി ആവശ്യപ്പെട്ട ആഹ്വാനം ഇന്നലെ പുറത്തു വന്നിരുന്നു. അപ്പൊ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് പുറം ശക്തികളുടെ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഭരണകൂടവും അതോടൊപ്പം തന്നെ ജനങ്ങളും ഏറ്റെടുക്കണം. ഇന്നിപ്പോ നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ അതിശക്തമായിട്ടുള്ള മുദ്രാവാക്യം വിളികളോടുകൂടിയായിരുന്നു പാർലമെന്റ് സമ്മേളിച്ചതും അംഗങ്ങളൊക്കെയും വളരെ ശക്തമായി തന്നെ ഈ പ്രക്ഷോഭം അമർച്ച ചെയ്യാൻ എല്ലാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അതിന് ഭരണകൂടത്തിന് എല്ലാ അംഗങ്ങളും പൂർണ്ണ പിന്തുണയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയെ എങ്ങനെ നേരിടണം എന്നറിയാത്തതിന്റെ ഒരു അവ്യക്തത ഇറാൻ നേതൃത്വം അനുഭവിക്കുന്നുണ്ട്. കുറെ കൂടി ഒരു മാനുഷികമായിട്ടുള്ള പരിഗണനയായിരുന്നു തുടക്കത്തിൽ പ്രക്ഷോഭകാരികളോട് സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ ഇന്നും ഇന്നലെയും ഒക്കെ കുറെ കൂടി പരുക്കൻ സ്ഥലത്തിലേക്ക് ഈ നീക്കങ്ങൾ മാറുകയാണ്. അത് വരും ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം ശക്തിപ്പെടുകയാണെങ്കിൽ കുറെ കൂടി കടുത്ത ബലപ്രയോഗം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങും. അത് കൂടുതൽ ഹത്യകൾക്ക് ഇടയാക്കും. അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ പ്രക്ഷോഭം അമർച്ച ചെയ്യുകയാണെങ്കിൽ തങ്ങൾ വളരെ ശക്തമായി ഇടപെടുമെന്നാണ് ഇന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലും വലിയ താല്പര്യത്തോടു കൂടിയാണ് ഈ പ്രക്ഷോഭത്തെ നോക്കിക്കാണുന്നത്. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ശേഷാ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഇറാൻ ജനതയ്ക്ക് സാധിക്കുമെന്നൊരു പ്രത്യാശയാണ് ഇന്നിപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഔദ്യോഗികമായി തന്നെ പങ്കുവച്ചിരിക്കുന്നതും. ധന്യ